KSU നേതാവിന്റെ വീട്ടിൽ റീത്ത് വച്ചു. വടകര ചോറോട് ഈസ്റ്റിലെ കൂമുള്ളി കാർത്തികിന്റെ വീടിന്റെ വരാന്തയിലാണ് രാവിലെ റീത്ത് കണ്ടത്. KSU വടകര നിയോജക മണ്ഡലം പ്രസിഡന്റാണ് കാർത്തിക്. റീത്തിൽ ആദരാഞ്ജലികൾ ഫാദർ ആൻഡ് സൺ എന്നാണ് ഭീഷണിയായി എഴുതിയിട്ടുള്ളത്. തോടന്നൂരിലെ ബിദുൽ ബാലന്റെ വീട്ടിൽ ബോംബെറിഞ്ഞ സംഭവത്തിൽ വടകരയിലെ പ്രതിഷേധത്തിന് കാർത്തിക് നേതൃത്വം നൽകിയിരുന്നു. വടകര പോലീസ് സ്ഥലത്തെത്തി റീത്ത് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് എതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിരവധിയായ അന്നത്തെ സംഭവത്തിന് ശേഷം നിരവധിയായ പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള അക്രമമാണ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, KSUക്കാർക്കൊക്കെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വീടുകൾ തകർക്കുന്നുണ്ട്, വീടിന് ബോംബ് വയ്ക്കുന്നുണ്ട്, റീത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റീത്ത് വെക്കൽ ഇനി പുതിയൊരു സമരമാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വാർഡ് മെമ്പർ, കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന രാജേഷ്, അവരുടെ മകൻ കാർത്തിക് KSUവിൻ്റെ നേതാവാണ്. രണ്ടുപേരും താമസിക്കുന്ന വീടിൻ്റെ കോലായിൽ ഒരു റീത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഫാദർ ആൻഡ് സൺ എന്ന് പറഞ്ഞിട്ടാണ് ആ റീത്തിൻ്റെ ഇത് വെച്ചിരിക്കുന്നത്, ആദരാഞ്ജലികൾ. അപ്പം ഇത് എത്ര നികൃഷ്ടമായ, എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഈ CPMൻ്റെയും DYFIയുടെയും ആളുകൾ ചെയ്തു വരുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഈ നാട് ഇത് തിരിച്ചറിയണം. ഒരു സമരം നടത്തുന്ന, ഒരുപക്ഷെ കരിങ്കടി പ്രകടനങ്ങളും സമരങ്ങളൊന്നും ആദ്യത്തേതല്ല. ഞങ്ങളൊക്കെ ആ പാർട്ടിയിലിരുന്ന സമയത്ത് എത്രയോ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുകയും വണ്ടിക്ക് മുന്നിൽ ചാടിയെടുക്കുകയും വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടായും ഒക്കെ ഉള്ള ചരിത്രങ്ങളുള്ള നാടാണിത്. അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിനുശേഷം ഇതുപോലെയുള്ള വൃത്തികെട്ട സമരങ്ങളും വൃത്തികെട്ട മാർഗങ്ങളും ഒക്കെ സ്വീകരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ഇവരെ കൊല്ലുമെന്നാണോ പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഇതിനെ സമയമുണ്ടാവുള്ളൂ. ഏതായാലും ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികളുണ്ട്. ഇതിനെ നാട് വലിയ തോതിൽ തിരിച്ചറിയും. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. ഈ സമരത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തണം. ആരാണിത് കൊണ്ടുവച്ചതെന്നും ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. KSUവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റാണ് കാർത്തിക്. ആ ബ്ലോക്ക് പ്രസിഡന്റായ കാർത്തിക്കിൻ്റെ അച്ഛൻ പഞ്ചായത്ത് ബോർഡ് മെമ്പറും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരുണ്ടായ സംഭവത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇതിപ്പോൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. ഇവിടെ മാത്രമല്ല, മിനിഞ്ഞാന്ന് തോടന്നൂരുണ്ടായ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഓഫീസുകൾ മാത്രമല്ല, വീടുകളിൽ കയറിയുള്ള അക്രമം, അതുമാത്രമല്ല ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ റീത്ത് വെക്കുന്ന പുതിയ ഒരു സമരമാർഗവും പോലും അവലംബിക്കുന്ന രീതിയിലേക്ക് CPMും അവരുടെ അനുയായികളും പോവുക. ഇതിപ്പോൾ കൈയും കെട്ടി നോക്കി വെക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ അക്രമങ്ങളെ ശക്തമായി നേരിടാൻ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വരേണ്ടി വരും. കാരണം ഇവിടെ ഭരിക്കുന്നത് അവരുടെ കൈകളിലാണ്. പക്ഷേ ഭരണം നഷ്ടപ്പെടാൻ പോകുന്ന അവസാനത്തെ ഒരു കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെടും എന്നുള്ളൊരു ബോധ്യം അവിടെ നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ ശക്തമായ പാർട്ടിയുടെ ഒരു ചെറുത്തുനിൽപ്പുണ്ടാവും എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയുന്നു. കാർത്തികിന്റെ അച്ഛൻ രാജേഷ് ചോറോട് കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമാണ്. ഇന്നലെ രാത്രി നമ്മളിവിടെ വീട്ടിലില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു റീത്ത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സംഘർഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള റീത്തുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മനഃപൂർവ്വം ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട വടകരയിലെ ബിദുലേട്ടൻ്റെ വീട്ടിൽ നേർക്ക് ബോംബെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വടകരയിലെ KSUക്കാരെ മൊത്തം ഇത്തരത്തിലുള്ള റീത്തുകളിലൂടെയും ബോംബുകളിലൂടെയൊക്കെ പേടിപ്പിച്ച് വീട്ടിലിരുത്താനാണ് ചില ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനൊന്നും ഭീഷണിക്കൊന്നും വഴങ്ങാൻ തയ്യാറല്ല. ഇനിയും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറയുന്നു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി.